ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാനായിട്ട് പോകുന്നത് നിക്കിയ വിശ്വാസം. എല്ലാവരും പിന്തുടരുന്ന ഒരു വിശ്വാസമാണ് നിക്കിയ വിശ്വാസം, അല്ലെ? അതിനെക്കുറിച്ച് പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് നിക്കിയ എല്ലാത്തിന്റെയും അടിസ്ഥാനമാണ്, ദൈവവചനവുമായി അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലും ആളുകൾക്ക് ഇന്നും അതിനെക്കുറിച്ച് വ്യക്തതയില്ല. അല്ലെങ്കിൽ മതപണ്ഡിതന്മാരോ മതത്തിന്റെ ഇടയന്മാരോ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതേപടി കാലാകാലങ്ങളായി പാരമ്പര്യമായിട്ട് അത് ഉപയോഗിച്ച് വന്നതുകൊണ്ടാണ് പല ആളുകളും അത് ഇന്നും അതിനെ വലിയ പാവനവും പരിശുദ്ധവുമായിട്ട് പല ആളുകളും നിക്യയെ കാണുന്നു എന്നുള്ളതാണ്. നിക്യ സത്യത്തിൽ ദൈവവചനവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനമായ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. നിക്യയിൽ നമ്മൾ കാണുന്ന പ്രമാണം എന്ന് പറയുന്നത് നിത്യരാജാവും അശേനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ആമേൻ. 1 തിമോത്തിയോസ് 1:17 നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്, അല്ലെ? അവിടെ 1:17 പറയുകയാണ്, അതുപോലെ തന്നെ അശേനും അദൃശ്യനുമായ ഏക ദൈവം, അതായത് മോണോത്തിയോസ്, ദ ഓൺലി വൺ ഗോഡ് ആണ് നമുക്കുള്ളത്. അപ്പൊ ആ ദൈവം സൃഷ്ടി നടത്തുവാനും സൃഷ്ടികൾക്ക് തന്നെ വെളിപ്പെടുത്തുവാനും പിതാവെന്ന പദവിയിലും മനുഷ്യ സാദൃശ്യത്തിലും സ്വർഗ സിംഹാസനത്തിൽ പ്രത്യക്ഷനായി ഇരുന്നുകൊണ്ട് ദൃശ്യവും അദൃശ്യവുമായ സകലവും സൃഷ്ടിച്ചതും ആദ്യ മനുഷ്യനായ ആദാമിനെ നിലത്തെ പൊടി കൊണ്ട് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മെനഞ്ഞതും പൂർവ്വ പിതാക്കന്മാർക്ക് എന്ത് ചെയ്യണം, സർവശക്തിയുള്ള ദൈവമായി വെളിപ്പെട്ടതും, അല്ലെ? ഇതൊക്കെ എസെക്കിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എസെക്കിയേലിന്റെ പുസ്തകം 26-ാം അധ്യായം 26 മുതൽ 1-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ എസെക്കിയേലിന്റെ പുസ്തകം നിങ്ങളുടെ അറിവിന് വേണ്ടി വായിക്കുകയാണ്. എസെക്കിയേലിന്റെ പുസ്തകം 26-ാം അധ്യായം 1-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിന് മീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപവും സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിന്മീതെ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപവും ഉണ്ടായിരുന്നു. അവന്റെ അരം മുതൽ മേലോട്ട് അതിനകത്ത് ചുറ്റും തീക്കൊത്ത ശുക്ല സ്വർണം പോലെ ഞാൻ കണ്ടു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ നിക്യ എന്ന വിശ്വാസം ത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ എന്നാണ് നമുക്ക് പലപ്പോഴും കാണുവാനായിട്ട് സാധിക്കുന്നു. ഇനി നിക്യ വിശ്വാസ പ്രമാണത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കാണുകയാണ്, സർവശക്തനായ പിതാവും ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും ദൈവസത്തയിലുള്ളവനും ദൈവത്തിൽ നിന്ന് ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് തുല്യനും സ്വർഗത്തിലും ഭൂമിയിലും സകലത്തിന്റെയും സൃഷ്ടാവായ ഏക കർത്താവായ ഈശോയിൽ അല്ലെങ്കിൽ യേശുവിൽ അല്ലെങ്കിൽ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? ഇത് കത്തോലിക്കരുടെ പ്രമാണമാണ്, ഈശോ എന്ന പ്രമാണം എന്ന് പറയുമ്പോൾ അവിടെ. അപ്പൊ യേശുവിൽ വിശ്വസിക്കുന്നു, മറ്റുള്ളവര് കർത്താവിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, സർവശക്തിയുള്ള പിതാവും. അപ്പൊ ദൈവം ഒരുവൻ എന്നാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചതും അതിനെക്കുറിച്ച്
നമ്മൾ മനസ്സിലാക്കിയത്. അപ്പം ദൈവം ഏകൻ അഥവാ ഒരുത്തൻ മാത്രം എന്നുള്ളത് എന്താണ്? ബൈബിളിലെ മൗലിക ഉപദേശങ്ങളിൽ ഒന്നാണ്. എങ്കിലും എന്താണ്? ഏതോ മിഥ്യാധാരണയിൽ ഒന്നിലധികം ദൈവങ്ങളും വ്യക്തികളും ഉണ്ടെന്ന് ഭൂരിപക്ഷം എന്ത് ചെയ്യുന്നു? ക്രൈസ്തവരും വിശ്വസിച്ചു പോരുന്നു എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് തൃത്വം എന്ന നാമകരണം, അതായത് ബാബിലോണിൽ നിന്ന് വന്ന തൃത്വം ഇതിന് കാരണമാക്കി തീർക്കുവാനുള്ള കാര്യം എന്ന് പറയുന്നത്. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വിവിധ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ 3 പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ 3 ഓഫീസുകൾ എന്ന് പറയുന്ന 3 രീതികളെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ആ രീതികളെ പിന്നീട് എന്തായി മാറി? തൃത്വമാക്കി മാറ്റിയെടുത്തു. ബാബിലോണിലെ തൃത്വമായിട്ട് അല്ലെങ്കിൽ ത്രിമൂർത്തികൾ എന്ന സങ്കല്പത്തിലേക്ക് മാറ്റിയെടുക്കപ്പെട്ട ഒന്നാണ് നിക്കയിൽ നമുക്ക് കാണാൻ കഴിയുന്ന സത്യങ്ങളിൽ ഒന്ന് എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിന് ബഹുത്വമുണ്ടെന്ന ഉപദേശം ബൈബിളിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം എന്താണ്? ഏകനായ ദൈവമാണ്. അതുപോലെ ദൈവത്തിന് ബഹുത്വമുണ്ടെന്ന ഉപദേശം ബൈബിളിന്റെ അല്ലാതിരിക്കുക എന്താണ്? നിക്യാ സുന്നഹദോസിന്റേതാണ്, അല്ലെ? അത് നിക്യാ സുന്നഹദോസിൽ മാത്രം കാണുന്ന ഒരു സത്യമാണ്. അത് മനുഷ്യനുണ്ടാക്കിയ മനുഷ്യന്റെ അഭിപ്രായത്തിൽ നിന്ന് ഊരിത്തിരിഞ്ഞു വന്ന ഒന്ന് തന്നെയാണ്. അതായത് ദൈവസഭ സ്ഥാപിതമാകുന്ന ഏകദേശം 300 വർഷമായപ്പോൾ ബിഥുനിയയിലെ നിക്യായിൽ വെച്ച് ഇപ്പോഴത്തെ ഏതാണ്ട് തുർക്കിയിലെ ഇസ്തിക് പട്ടണം, അതായത് AD 325 മെയ് 20 മുതൽ ജൂൺ 10 വരെ നടന്ന ഒരു സുന്നഹദോസിൽ വെച്ചാണ് യേശു ക്രിസ്തു ദൈവത്തിൽ നിന്ന് ജനിച്ച മറ്റൊരു വ്യക്തിയാണെന്ന ദുരുപദേശം ഊരിത്തിരിഞ്ഞത് എന്നുള്ള സത്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒന്നാം നിക്യാ സുന്നഹദോസ് എന്നറിയപ്പെടുന്ന നിക്യായിലെ സാർവത്രിക സുന്നഹദോസിൽ രൂപം കൊണ്ട വിശ്വ ആചാരങ്ങളുടെ ഏറ്റുപറച്ചിലാണ് നിക്യാ വിശ്വാസ പ്രമാണം. നിക്യാ വിശ്വാസ പ്രമാണം എന്ന പേരിൽ പിന്നീട് അത് അറിയപ്പെടുകയുണ്ടായി. അതായത് AD 381 അതായത് യൂറോപ്പിലെ കോൺസ്റ്റാന്റിനോപ്പിൾ, അതായത് ഇപ്പോഴത്തെ തുർക്കിയിലെ ഇസ്താംബുൾ പട്ടണം വെച്ച് നടന്ന ഒന്നാം കോൺസ്റ്റാന്റിനോപ്പിൾ സുന്നഹദോസിൽ വെച്ച് പരിശുദ്ധാത്മാവിനെ മറ്റൊരു വ്യക്തിയാക്കി എന്ത് ചെയ്തു? നാമകരണം ചെയ്തു. തൃത്വവിശ്വാസത്തിന് ആധാരമായ നിക്യാ വിശ്വാസ പ്രമാണം ബൈബിളിനോട് നീതി പുലർത്തുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ദൈവം ഒരുവൻ എന്ന് പറയുന്നിടത്ത് 3 എന്ന സങ്കല്പത്തിലേക്ക് നിക്യ തള്ളിവിട്ടു എന്നുള്ളതാണ് പ്രധാനമായ സത്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, അല്ലേ? നമ്മളത് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി. സർവശക്തനായ പിതാവും ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവായ ഏക ദൈവത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് പിതാവിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവരും ദൈവത്തെ സത്തയുള്ളവനും ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവന് സൃഷ്ടിയല്ലാത്തവന് സാരാംശത്തിൽ പിതാവിനോട് തുല്യനും സ്വർഗത്തിലെ ഭൂമിയിലുമുള്ള സകലത്തിന്റെ സൃഷ്ടാവായ ഏക കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു മനുഷ്യനായി തീർന്നു എന്നവിടെ പറയുന്നു. അവിടുന്ന് കഷ്ടം അനുഭവിച്ചു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ എത്ര പേരിലാണ് ഈ നിക്യ വിശ്വസിക്കുന്നതും വിശ്വസിക്കപ്പെടുന്നതും എന്നുള്ളതാണ് പ്രധാനമായ സത്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, അല്ലേ? എന്നാൽ ആരെങ്കിലും അവൻ ഇല്ലായിരുന്നു, സമയം ഉണ്ടായിരുന്നുവെന്നും അവൻ ക്രിസ്തു സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഇല്ലായിരുന്നുവെന്നും അവൻ ക്രിസ്തു ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവനാണെന്നും വേറൊരു സൃഷ്ടിക്കപ്പെട്ടതെന്നും മാറ്റപ്പെടുന്നവനെന്നും പറയുന്നുവെങ്കിൽ അവരെ സാർവത്രികമായും പരിശുദ്ധാത്മാവായ സഭ ശപിച്ചു പുറന്തള്ളുന്നു എന്നാണ് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ എന്താണ് പഠിപ്പിച്ചത്? പിതാവായ ഏക ദൈവമേ
നമുക്കുള്ളൂ എന്നാണ് പറയുന്നത്. ആ ആ പൗലോസ് അപ്പോസ്തലൻ തന്നെ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ പഠിപ്പിച്ചതിന് വിപരീതമായി സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന നിക്കിയയും ഈ പറയുന്ന നിക്കിയിൽ പറയുന്ന കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ എന്തൊരു തെറ്റാണ്. ദൈവവചനവുമായി യാതൊരു ബന്ധവും അതിനില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ സർവശക്തനായ പിതാവ് എന്ന് പറയുമ്പോൾ എന്താണ്? ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവ് ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ എന്താണ്? ദൈവം ഏകനാണ് എന്ന് പറയുന്നത് എന്താണ്? ബൈബിളിലെ ഒരു പ്രധാന ഉപദേശങ്ങളിൽ ഒന്ന് തന്നെയാണത്, അല്ലേ? ദൈവം ഏകനാണ് എന്നത് കേവലം നമ്മൾ വിചാരിക്കുന്നത് പോലെ അത് ദൈവവചനത്തിൽ നമുക്ക് ദൈവികമായി ലഭിക്കുന്ന അറിവാണ്. ദൈവവചനത്തിൽ നമുക്ക് ലഭിക്കുന്ന അറിവാണ്. അത് മാറ്റി നിർത്തിക്കൊണ്ടാണ് പല ആളുകളും അതിന് എന്താണ് കണ്ണടച്ചുകൊണ്ടാണ് ഈ നിക്കിയയിൽ 3 പേരുണ്ട് എന്നും 3 വ്യക്തികൾ ഉണ്ട് എന്നും പറഞ്ഞ് പഠിപ്പിക്കുന്ന സത്യങ്ങളിൽ ഒന്നും പറയുന്നത്. അപ്പം ഇതിനെ കണ്ണടച്ച് ഇരുട്ടാക്കി വെച്ചിരിക്കുകയാണ്. ഏകസത്യ ദൈവത്തെ കണ്ണടച്ച് ഇരുട്ടാക്കി വെച്ചുകൊണ്ടാണ് പല നിക്കിയയും പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇസ്രായേലെ കേൾക്കാം. അപ്പൊ ഇസ്രായേൽ കേൾക്കണം. അപ്പൊ ഇസ്രായേൽ കേൾക്കാം. ദൈവം നൽകുന്നതിൽ എന്താണ് ഏറ്റവും മഹത്തായ വെളിപ്പാട് എന്ന് പറയുന്നത്? ഇസ്രായേലെ കേൾക്കാം. അപ്പൊ ഇസ്രായേലിനോടാണ് ആദ്യമായി മോശ പറയുന്നത് ദൈവം ഏകനാണ്. അപ്പൊ ആ ഏക ദൈവത്തിന് 3 പേരുണ്ടെന്നോ 3 വ്യക്തികൾ ഉണ്ടെന്നോ പറയുവാൻ മോശ അന്നും തയ്യാറായിട്ടില്ല. ഇനി പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവും അത് പറയുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യങ്ങളിൽ ഒന്ന് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അപ്പം നിക്ക ചൊല്ലുമ്പോൾ എത്ര ദൈവങ്ങളെയാണ് പറഞ്ഞു വരുന്നെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഞാൻ ചില വാക്യങ്ങളൂടി തരാം. ദൈവത്തിൽ മറ്റൊരുത്തൻ ഇല്ല എന്ന് തെളിയിക്കുന്ന ചില വാക്യങ്ങളിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലേ? പഴയ നിയമത്തില് 2-3 പേരുണ്ടെങ്കിലല്ലേ പുതിയ നിയമത്തിൽ ആ 2-3 പേര് ആവർത്തിക്കത്തുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. ഞാൻ വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ വരുമ്പോ, ഞാൻ തന്നെ, നീ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. യേശുക്രിസ്തു രണ്ടാമനാണെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഞാനല്ലാതെ വേറൊരു രക്ഷിതാവുണ്ട് എന്ന് പറയുവാനായിട്ട് ആർക്കും എന്തില്ല, അവകാശമില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യങ്ങളിൽ ഒന്ന്, അല്ലേ? ഞാൻ അതിന്റെ ഒരു വാക്യം കൂടി ഞാൻ വായിക്കുമ്പോൾ, മറ്റൊരുത്തനില്ല. 45-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ പ്രസ്താവിച്ചത് കാണിച്ചു തരുവിൻ, അവർ കൂടി ആലോചിക്കട്ടെ. പുരാതനമേ ഇത് കേൾപ്പിക്കുകയും പണ്ട് തന്നെ ഇത് പ്രസ്താവിക്കുകയും ചെയ്തവനാർ യഹോവ ഞാനല്ലയോ? ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാനല്ലാതെ നീതിമാനൊരു ദൈവവും രക്ഷിതാവുമില്ല. അപ്പൊ എങ്ങനെയാണ് ഈ രണ്ടാമത്തെ ആൾ വരുന്നത്? അങ്ങനെ രണ്ടാമത്തെ ആളില്ല. അതൊരു ത്രിമൂർത്തി സങ്കല്പം മാത്രമാണ് ഈ രണ്ടാമതൊരാൾ അല്ലെങ്കിൽ മൂന്നാമതൊരാൾ വരുന്നു എന്ന് പറയുന്നത്, അല്ലെ? തൃത്വത്തിലെ മൂന്നാമൻ, തൃത്വത്തിലെ രണ്ടാമൻ, തൃത്വത്തിലെ ഒന്നാമൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അങ്ങനെ ഒരു കാര്യം ദൈവവചനത്തിന് പോലും അറിയില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അത് തന്നെയാണ്, അല്ലേ? 22-ലും ഞാൻ വായിച്ചു, സകല ഭൂവാസികളും എങ്കിലേക്ക് തിരിഞ്ഞ്, 21-22 അത് തന്നെയൊക്കെ, എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവേൻ, ഞാനല്ലാതെ
തിരിഞ്ഞു രക്ഷപ്പെടുവാൻ ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പൊ തൃത്തക്കാര് പറയുന്നവരാണെങ്കിൽ 3 പേർക്കും ദൈവത്വമുണ്ട്. അങ്ങനെ 3 ദൈവങ്ങളില്ല. അതാണ് മനസ്സിലാക്കണം. 3 പേർക്കും ദൈവത്വമുണ്ട്. അങ്ങനെ ഒരു കാര്യമേ ദൈവവചനത്തിൽ കാണുവാനുമില്ല, നമുക്ക് ഒട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതുമില്ല. ഇനി ഹോശയ്യാവിന്റെ പുസ്തകം ഞാൻ വായിക്കുകയാണ്. ഹോശയ്യയുടെ പുസ്തകം 13:5 വരുമ്പോ, ഹോശയ്യയുടെ പുസ്തകം 13:5 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാനല്ലാതെ ഒരു രക്ഷിതാവില്ലല്ലോ, ഞാൻ മരുഭൂമിയിൽ ഏറ്റവും വരണ്ട ദേശത്ത് തന്നെ നിന്നെ മേയിച്ചു. ഞാനല്ലാതെ ഒരു രക്ഷിതാവും ഇല്ലല്ലോ. ഇനി പുതിയ നിയമത്തിൽ രണ്ടാമതൊരാൾ വന്നപ്പോൾ രണ്ടാമത്തെ രക്ഷകൻ, അതും തെറ്റായ പ്രചരണമല്ലേ, തെറ്റായ ഒരു കാര്യമല്ലേ? രണ്ടാമതൊരു രക്ഷകൻ വന്നു എന്ന് നമ്മളെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ അതും തെറ്റായ ഒരു പ്രസ്താവന തന്നെയാണ് എന്നുള്ള കാര്യം അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇനി സമനാണെന്ന് പറയുന്നു. സമനാകാനായിട്ട് പറയുന്നതിന് പുറപ്പാട് പുസ്തകം 15:11 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു സമൻ, അല്ലെ? യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാർ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ. അപ്പൊ അവിടെ പറയുന്ന ചില വാക്യങ്ങൾ പറയുമ്പോൾ ദേവന്മാരെ ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് പലരും ഉദ്ദേശിക്കും. അപ്പം ഇങ്ങനെ 3 പേരിൽ തുല്യനായിട്ട് അങ്ങനെയായിരുന്നെങ്കിലും 3 പേര് തുല്യനായിട്ടായിരുന്നെങ്കിലും പറഞ്ഞേനെയുമായിരുന്നു. അങ്ങനെ അവിടെ പറയുന്നില്ല. ഇനി മറ്റൊരു വാക്യം കൂടി ഞാൻ പറയാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 35:10 വരുമ്പോ, 35-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ വരുമ്പോ അവിടെ പറഞ്ഞിരിക്കുകയാണ്, യഹോവേ നിനക്ക് തുല്യനാർ, അല്ലെ? പുതിയ നിയമത്തിൽ സമതുല്യർ എന്നാണ് പറയുന്നത്. യേശുക്രിസ്തുവിനെയും പിതാവിനെയും ചേർത്ത് പറയുമ്പോൾ സമതുല്യരായ 2 പേർ അല്ലെങ്കിൽ 3 പേർ എന്നുള്ള അർത്ഥത്തിലാണ് തൃത്വക്കാരതിന് അല്ലെങ്കിൽ നിക്കിയയിൽ പറയുമ്പോൾ അങ്ങനെ വരുന്നത്, അല്ലെ? ഈ സങ്കീർത്തനങ്ങൾ 71:9 നമ്മൾ വായിക്കുന്നുണ്ട്. 71-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, നിന്റെ നീതിയും അത്യുന്നതമായിരിക്കുന്നു, മഹത്ത കാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ, നിന്നോട് തുല്യൻ ആരുള്ളൂ, അല്ലേ? തൃത്തക്കാര് പഠിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിക്കിയ പറയുന്ന അനുസരിച്ചാണ് തുല്യരായ 3 പേർ, അല്ലെ? തുല്യരായ 3 പേർ ഉണ്ട്. പക്ഷെ നിന്നോട് തുല്യൻ ആര് എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? 3 പേരാണെങ്കിൽ അങ്ങനെ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയേണ്ടതാണ്. മെൻഷൻ ചെയ്ത് പറയാത്തിടത്തോളം കാലം ദൈവത്തിൽ 3 പേരില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. ഇനി യെശയ്യാവിന്റെ പുസ്തകം 40:25 നമ്മൾ വായിക്കുന്നു. 40-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ വരുമ്പോ, ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും, ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. അപ്പൊ എത്ര പരിശുദ്ധൻ ഉണ്ട്? ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിതാവും പരിശുദ്ധൻ, പുത്രനും പരിശുദ്ധൻ, പരിശുദ്ധാത്മാവും പരിശുദ്ധൻ. അപ്പൊ സറാപ്പുകൾ വാഴ്ത്തുന്നതിനകത്ത് 3 പ്രാവശ്യം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞപ്പോൾ 3 പേർക്ക് പരിശുദ്ധൻ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് ന്യായം പറഞ്ഞ തൃത്വക്കാർ പോലും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായ സത്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, അല്ലെ? സങ്കീർത്തനങ്ങൾ 89:6 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. സങ്കീർത്തനങ്ങൾ 89:6: 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സ്വർഗത്തിൽ യഹോവയുടെ സദൃശ്യനായവൻ ആർ, ദേവപുത്രന്മാരിൽ യഹോവയ്ക്ക് തുല്യനായവൻ ആർ? അപ്പൊ യഹോവയായ ദൈവത്തെ ദേവന്മാരിൽ ദേവൻ എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പം അവിടെയും തന്നെ പല കാര്യങ്ങളും തെറ്റായ ഒരു കാര്യം തന്നെയാണ്. സ്വർഗത്തിൽ യഹോവയുടെ സദൃശ്യനായത് ദേവപുത്രന്മാരിൽ യഹോവയ്ക്ക് തുല്യനായവൻ ആര്? അപ്പൊ ഇതെല്ലാം ചിന്തിക്കുമ്പോൾ തന്നെ ഒരാളെ ഉള്ളൂ. എഫേസ്യരിൽ അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ചതും കൊരിന്ത്യരിൽ അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ചതും ഒരേ ഒരാളെ കുറിച്ച് തന്നെയാണ്. 3 പേരെ കുറിച്ച് പറയുന്നില്ല, 3 പേരെ കുറിച്ച് പഠിപ്പിക്കുന്നതും ഇല്ല എന്നുള്ളതാണ്. ഈ നിക്കിയയിലെ ഈ പഠനങ്ങൾ വളരെ തെറ്റാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ അടുത്ത ഭാഗം ഞാൻ പിന്നീട് സംസാരിക്കാം. പിതാവിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവൻ
അപ്പൊ അവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. പിതാവിന്റെ ഏകപുത്രൻ, സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും. അപ്പൊ തൃത്വവിശ്വാസികൾ അക്ഷരാർത്ഥത്തിൽ എന്താണ് അവിടെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? പിതാവിന്റെ ഏകപുത്രൻ അഥവാ ഏകജാതനായ ഈ പുത്രനായ യേശുവിനെ മനസ്സിലാക്കുന്നു. യോഹന്നാൻ 3:16 വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പറയുന്നു, അല്ലെ? അപ്പം 3:16 പറയാണ്, അപ്പോൾ മനുഷ്യപുത്രൻ ആരാണെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായ ക്രിസ്തുവിന്റെ 100 കണക്കിന് പദവികളിൽ പ്രധാനപ്പെട്ട 2 പദവികളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് പറയുമ്പോൾ ഇത് രണ്ടാമത്തെ ആളാണെന്ന് ചിന്തിച്ചുകൊണ്ടാണ് പിതാവിന്റെ ഏകപുത്രൻ. ദൈവത്തിന് പുത്രനുണ്ടോ? അത് ചിന്തിക്കേണ്ട ഒരു വാസ്തവം തന്നെയാണ്. ദൈവത്തിന് പുത്രന്മാരും പുത്രിമാരുമാണുള്ളത്. അതാണ് പ്രധാനമായ സത്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. ദൈവം എന്തിനാണ് പുത്രത്വം എന്ന വെളിപ്പാടിലേക്ക് കടന്നു വന്നത്? എന്തിനാണ്? മനുഷ്യരെ രക്ഷിക്കാൻ, വീണുപോയ മനുഷ്യനെ രക്ഷിക്കുവാനായിട്ടാണ്. പാപത്തിൽ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് മനുഷ്യനായിട്ട് വെളിപ്പെടുകയായിരുന്നു. ദൈവത്തിന് അതെല്ലാം സാധ്യം. അതാണ് ഏകനായി നിന്ന്, സങ്കീർത്തനക്കാരൻ പറയുന്നു, ഏകനായി നിന്ന് മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. ആ ദൈവത്തിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അപ്പോ അപ്പോസ്തലനായ പൗലോസും ദൈവത്തെ മൂന്നാക്കുന്നതിൽ അവർക്ക് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാന സത്യങ്ങളിൽ ഒന്ന് എന്നുള്ളതാണ്, അല്ലെ? അപ്പം ദൈവപുത്രൻ, ദ സൺ ഓഫ് ഗോഡ് എന്ന് വിളിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മനുഷ്യപുത്രൻ എന്നും ബൈബിൾ അവിടെ വിളിച്ചിട്ടുണ്ട്. അതായത് അക്ഷരാർത്ഥത്തിലാണെങ്കിൽ രണ്ടും പരസ്പര വിരുദ്ധമായ പ്രയോഗങ്ങളാണ്. യേശു ദൈവത്തിന്റെ സാക്ഷാൽ പുത്രനാണെങ്കിൽ അതേ അർത്ഥത്തിൽ അവൻ ഏതൊരു മനുഷ്യന്റെയും പുത്രനാകണ്ടേ, അവൻ ഏത് മനുഷ്യന്റെ പുത്രനാണെന്ന് പറയും, അല്ലേ? ഇപ്പൊ നമ്മള് കാത്തോലിക്ക് മുതൽ ഇവിടെ ഓർത്തഡോക്സ് സംഘടനകളൊക്കെ വിശ്വസിച്ചു വരുന്നത് മറിയത്തിന്റെ മകനാണ്, അല്ലെ? ദൈവമാതാവ് എന്നൊരു പദവി അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ദൈവമാതാവ് എന്ന് പറയുവാൻ കഴിയുമോ? കാരണം അങ്ങനെ ഒരു പ്രസ്താവന യേശു ക്രിസ്തുവിന് കൊടുക്കാൻ പറ്റുമോ? അവൻ സർവ്വലോകങ്ങൾക്ക് മുമ്പേ ഉള്ള ആളാണ്. പിന്നെ എങ്ങനെയാണ് മാതാവിന്റെ അമ്മയാകുന്നത്, അല്ല സോറി ദൈവമാതാവായി മാറുന്നത് എന്നുള്ള കാര്യവും ഈ തരണത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞതുപോലെ നിയമപ്പെട്ടകം ദൈവത്തിന്റെ മാതാവായ മറിയമാണ് എന്ന് പറഞ്ഞ വ്യക്തിത്വങ്ങൾ വരെയുണ്ട്. അപ്പം ഇതെല്ലാം മനുഷ്യ ചിന്താഗതികളും അല്ലെങ്കിൽ മനുഷ്യന് നിക്കായിലുണ്ടായ ചിന്താഗതികൾ മാത്രമാണ്. ഇപ്പൊ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ പുത്രത്വം എന്തിനെ കാണിക്കുന്നു? വീണ്ടെടുപ്പിനെയാണ് കാണിക്കുന്നത്. അത് ദൈവം മനുഷ്യനായി വെളിപ്പെട്ടതിനെ ആണ് പുത്രത്വം കാണിക്കുന്നത്. അല്ലാതെ ദൈവത്തിന് ഒരു പുത്രൻ ഉണ്ടായിരുന്നു എന്നുള്ള സംഗതി അല്ല അത് കാണിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ സത്യങ്ങളിൽ ഒന്ന് എന്നുള്ളതാണ്, അല്ലെ? ദൈവം മനുഷ്യനായി വെളിപ്പെട്ടു, അല്ലെ? അബ്രഹാമിന്റെ പുത്രൻ, ദാവീദിന്റെ പുത്രൻ, മറിയയുടെ പുത്രൻ, യോസഫിന്റെ പുത്രൻ, സ്ത്രീയുടെ സന്തതി, കാലസമ്പൂർണ്ണതയിൽ സ്ത്രീയുടെ സ്ത്രീ ഏതാണ്? ഇസ്രായേലാണ്. ആ സ്ത്രീ ആരാണ്? ഇസ്രായേലാണ്, അല്ലെ? ഇസ്രായേലിലാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവൻ ആരുടെയും പുത്രനല്ല. ജഡത്തിൽ വെളിപ്പെട്ടവന്റെ അനേകം എന്താണ്? ജഡത്തിൽ വെളിപ്പെടലാണ്. ദൈവത്തിന്റെ ജഡത്തിൽ വെളിപ്പെടലാണ്. മാനിഫെസ്റ്റേഷൻ ഇൻ ഫ്ലഷ്. അതായത് ദൈവപുത്രൻ എന്നത് ജഡത്തിൽ വെളിപ്പെട്ടതിന്റെ പദവി മാത്രമാണ്, അല്ലേ? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ആയി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രവചനങ്ങളിൽ ഒന്ന് എന്നുള്ളതാണ് മനസ്സിലാക്കണം. അത് വെളിപ്പെട്ടു വന്നു, നമ്മുടെ ഇടയിലേക്ക് വന്നു, മനുഷ്യനായിട്ട് വെളിപ്പെട്ടു വന്നു. ദൈവം മനുഷ്യനായി നമ്മുടെ ഇടകളിൽ വന്നു എന്നുള്ളതാണ് പ്രധാന സത്യങ്ങളിൽ ഒന്ന്. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.